ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ മൊഡ്യൂൾ 5 നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ ഫ്രാക്ചർ പറഞ്ഞ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായി. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടോപ്പിക്കുകൾ നോക്കാം. ഡക്റ്റാലിറ്റി ബ്രിട്ടിൽ ഫ്രാക്ചർ, ഗ്രിഫിത്ത് തിയറി ഓഫ് ബ്രിട്ടിൽ ഫ്രാക്ചർ, സ്ട്രെസ് കോൺസെൻട്രേഷൻ, സ്ട്രെസ് റൈസേഴ്സ്, എഫക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓൺ ക്രാക്ക് പ്രൊപ്പഗേഷൻ, ട്രാൻസ്ഗ്രാനുലർ ആൻഡ് ഇൻ്റർഗ്രാനുലർ ഫ്രാക്ചർ. ഇത് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് DBTT ഒക്കെയാണ്. ഇത്രയും വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന സാധനങ്ങളാണ് ഈ മൊഡ്യൂളിൽ. അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2-3 തരത്തിൽ ഫ്രാക്ചർ ഉണ്ട്. ഫ്രാക്ചർ എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? നമുക്ക് മെറ്റീരിയൽ ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദേ ഫെയിൽ ഇൻ ടു ഓർ റപ്ചർ ഇൻ ടു 2 or more pieces. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ആസ് ഫ്രാക്ചർ. എന്താണെന്ന് നമുക്കറിയാം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഒടിഞ്ഞു പോകും. എന്ത് സാധനമായാലും ഒടിഞ്ഞു പോകും. 1-2 പീസായിട്ട് സെപ്പറേറ്റ്, 2-ൽ കൂടുതൽ പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ പരിപാടിയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയാം. ദെൻ ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത് 3 തരത്തിൽ ഫ്രാക്ചർ ഉണ്ടെന്നാണ്. അപ്പോൾ 1 ടൈപ്പ് ഓഫ് ഫ്രാക്ചർ എങ്ങനെയാണ്? മെറ്റീരിയൽ yield ഡിഫോമിങ് പ്ലാസ്റ്റിക്കലി വിത്ത് കണ്ടിന്യൂ ഡിഫോർമേഷൻ അപ് ടു 100% റിഡക്ഷൻ ഇൻ ഏരിയ ദെൻ ടു കംപ്ലീറ്റ് റപ്ചർ. ആദ്യം നമ്മൾ ഡക്റ്റൈൽ ഫ്രാക്ചർ പറഞ്ഞായിരുന്നു. ഡക്റ്റൈൽ ഫ്രാക്ചർ എങ്ങനെയാണ്? അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് 100% റെഡ്യൂസ് ചെയ്തിട്ട് തമ്മിൽ വേർപെടും. അത് ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ ഒരു ഭാഗം. ദെൻ ദർ ഇസ് ബ്രിട്ടിൽ ഫ്രാക്ചർ എങ്ങനെയാണ്? കംപ്ലീറ്റ് റപ്ചറാണ്. ദെൻ ദർ ഇസ് ഫറ്റീഗ് നമ്മൾ ജസ്റ്റ് പഠിച്ചു. ഫറ്റീഗ് എന്താണെന്നോ അതിൻ്റെ കോസസ് എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ് നിങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് ആവും, ടെൻസൈൽ ആവും, ഷിയർ ആവും. അതെങ്ങനെ വേണമെങ്കിലും ആവും. ഈവൻ ദോ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് കൊടുത്താൽ പോലും ഷിയറിലായിരിക്കും ഡെഫോർമേഷൻ ചെയ്ത് ഫെയിൽ ആവുന്നത്. പ്രിൻസിപ്പൽ ഷിയർ ലോഡ്, പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് നിങ്ങൾ എമോസിൽ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എവിടെയാണ് ഫെയിലർ ഉണ്ടാവുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ചർ മെക്കാനിക്സ് എന്ന് പറയുന്നത് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതാണ് നമുക്ക് ഈ പറഞ്ഞ വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ ഒന്ന് പഠിക്കാനുള്ളൂ. ഓക്കെ, ഫ്രാക്ചർ മെയിനായിട്ട് പ്രോമിനൻ്റ് ആവുന്നത് ടെൻഷൻ ആൻഡ് കംപ്രഷനിലാണ്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ആൻഡ് കംപ്രഷനാണ് നമ്മൾ മേജറായിട്ട് എടുത്ത് പറയാം. ദെൻ ഡക്റ്റൈൽ ഫ്രാക്ചർ, ബ്രിട്ടിൽ ഫ്രാക്ചർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ വിത്ത് റെസ്പെക്ട് ടു yielding മെറ്റീരിയൽ yield ചെയ്ത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്ത് നീണ്ട് പോയി ലാസ്റ്റ് ഒരു ഫെയിലർ ആവും. ഇതിൻ്റെ ഗുണം എന്താണ്? ഡക്റ്റൈൽ ഫ്രാക്ചർ കൊണ്ട് നമുക്ക് ഒരു വാർണിംഗ് കിട്ടും. മെറ്റീരിയൽ yield ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ സാധനം പൊട്ടാറായി എന്ന് മനസ്സിലാവും. ബട്ട് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതുപോലെ yielding ഇല്ല, വളരെ സ്ലോയിൽ ഉണ്ടാവുന്നില്ല, വളരെ സഡൻ ആയിട്ടും അബ്രപ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന റപ്ചറാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ. അതിൻ്റെ അകത്ത് ഫ്രാക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് വിൽ ബി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ദെൻ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വളരെ സ്ലോയിലായിരിക്കും, ഇവിടെ കണ്ടിന്യൂസ്ലി സ്ലോയിലായിട്ട് നമ്മൾ ലോഡ്, ഇവിടെ സ്ട്രെയിൻ റേറ്റ് നിങ്ങൾ ഓർക്കണം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഒറ്റയടിക്ക് അപ്ലൈ ചെയ്യുകയല്ല, നമ്മൾ അപ്ലൈ ചെയ്തിങ്ങനെ പയ്യെ വലിക്കുകയാണ് നമ്മൾ UTMൽ ചെയ്യണ പോലെ. അതാണ് ഇവിടുത്തെ ലോഡ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ ഈ മെറ്റീരിയൽ yield ചെയ്ത് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഫെയിൽ ആവുക. എന്നിട്ട് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ട് സ്ട്രെസ്സിനെ താങ്ങാണ്ടാവുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഏരിയ കുറയും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വേരി ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ഇനി ദെൻ മിക്കവാറും എല്ലാ മെറ്റീരിയൽസിനും ഒരു ഹൈ സ്ട്രെയിനിങ് വരുമ്പോൾ അവിടെ നമുക്ക് സ്ട്രെയിൻ ഇൻഡ്യൂസ്ഡ് ബ്രിറ്റിൽനെസ് ഉണ്ടാവും. അത് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചത് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ ഹാർഡൻ ചെയ്ത മെറ്റീരിയൽസ് സ്ട്രെയിൻ കൂടി കഴിയുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന സ്ട്രെയിൻ എനർജി സ്റ്റോർ വിത്തിൻ ദ മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനൊരു സെർട്ടൺ ഡിഗ്രി ഓഫ് ബ്രിട്ടിൽ, ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും സെർട്ടൺ ഡിഗ്രി ഓഫ് ബ്രിറ്റിൽ ബിഹേവിയർ വരും. അപ്പോൾ അവസാനം ചെറുതായിട്ട് ബ്രിറ്റിലിൻ്റെ എഫക്റ്റ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്രാക്ചർ പാർഷ്യലി ഡക്റ്റൈൽ ആയിരിക്കും, പാർഷ്യലി ബ്രിറ്റിലായിരിക്കും. അപ്പോൾ അതിലുണ്ടാവണം, അത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന പർട്ടിക്കുലർ ഷേപ്സിനെ നമ്മൾ എന്താണ് കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ എന്ന് വിളിക്കും. ഫ്രാക്ചർ സർഫസ് നോക്കി നമ്മൾ എന്ത് ടൈപ്പ് മെറ്റീരിയലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ദെൻ ദർ ഈസ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസീലിയൻസ് വിൽ ബി ഹൈ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ്. കാരണം എന്താ, ഇത് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ അടിയിലുള്ള ഏരിയ കൂടുതലാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസിന്. ബ്രിട്ടിൽ മെറ്റീരിയൽസിലാണെങ്കിൽ അത്രയും സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് സ്ട്രെയിൻ എനർജി മാത്രമേ ഈ സാധനത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ.
ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ സ്റ്റേജസ് ഇൻ ഡക്റ്റൈൽ ഫ്രാക്ചർ, നെക്കിങ് വരും. നെക്കിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് മൈക്രോവോയിഡ്സ് ഉണ്ടാവും. മൈക്രോവോയിഡ്സ് കോയാലസൻസ് ചെയ്ത് വലിയ വോയിഡ് ആവും. ദെൻ ദി ക്രാക്ക് ഗ്രോസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് അപ്ലൈ സ്ട്രെസ്. ഇവിടെ നിന്ന് വെർട്ടിക്കലായിട്ട് പുറത്തോട്ട് അപ്ലൈ ചെയ്ത സ്ഥലത്തേക്ക് വന്നിട്ട് ഫ്രാക്ചർ പ്ലെയിൻ ഉണ്ടാകുന്നത് എക്സാക്ട്ലി 45 degrees ടു ദി അപ്ലൈഡ് ഷിയർ സ്ട്രെസ് ആണ്. അതുകൊണ്ടാണ് നമുക്കൊരു കപ്പാൻ കോൺ ഫ്രാക്ചർ എന്ന നിലയിൽ കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചറിലെ സ്റ്റേജസ് നമ്മൾ ഫെറ്റിക്കിലെ സ്റ്റേജസ് പറഞ്ഞല്ലോ, ക്രാക്ക് ഇനീഷ്യേഷൻ, ക്രാക്ക് പ്രൊപ്പഗേഷൻ ആൻഡ് അൾട്ടിമേറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞ പോലെ ഡക്റ്റൈൽ മെറ്റീരിയലിലും ഡക്റ്റൈൽ ഫ്രാക്ചറിലും സ്റ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? നെക്കിങ് ഉണ്ട്. നെക്കിങ്ങിൽ എന്താ ഉണ്ടാവുക? ക്രോസ് സെക്ഷൻ ഏരിയ റിഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. ദെൻ ദർ ഈസ് കാവിറ്റേഷൻ ഓർ വോയിഡ് ഫോർമേഷൻ, കോയാലസൻസ് ഓഫ് വോയിഡ്സ് ഇൻ ടു ലാർജർ വോയിഡ്സ് ഓർ ക്രാക്സ്, ക്രാക്ക് ഗ്രോത്ത്, ക്രാക്ക് ഇനീഷ്യലൈസ്, ക്രിട്ടിക്കൽ ക്രാക്ക് സൈസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഒരു ക്രാക്കിൻ്റെ മിനിമം സൈസ്. കുറേ ക്രാക്ക് ഇത് എല്ലാവരും ഒറ്റ ക്രാക്കിലേക്ക് ജോയിൻ ചെയ്യണമെന്നില്ല. 1-2 ക്രാക്ക് വോയിഡ്സുകളായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ വോയിഡ്സുകൾ തമ്മിൽ ഒരു അതിൻ്റെ ക്രിട്ടിക്കൽ ഡയമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്ന സാധനം ഒരു സർട്ടൻ വാല്യൂവിന് പോയി എബോവ് ആയി കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിക്കൽ ക്രാക്ക് എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് അത്ര വിഷയമല്ല. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഡയമീറ്റർ ഓഫ് ക്രാക്കിന് എബോവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ക്രാക്ക് അത് മേജർ ക്രാക്കാവും. അത് ആണ് പിന്നെ മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതെന്താ ഈ സാധനം വന്നത് എപ്പോഴും 45 degree പ്ലെയിൻസിലായിരിക്കും. കാരണം എന്താ? പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻ അവിടെ ഉണ്ടാവുക. അവിടെ ആയിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഉണ്ടാവുക. എന്നിട്ട് ആ സാധനം വെച്ച് പൊട്ടുമ്പോൾ ഒരു കപ്പാൻ കോൺ ഫ്രാക്ചർ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് സാധനം. നെക്കിങ്, ക്യാവിറ്റി ഫോർമേഷൻ ഓർ ക്യാവിറ്റേഷൻ, ക്രാക്ക് ഫോർമേഷൻ. ക്രാക്ക് ഫോർമേഷൻ എന്താ? ഈ ക്യാവിറ്റീസിലുണ്ടാകും കുഞ്ഞു ക്യാവിറ്റീസ് ജോയിൻ ചെയ്ത് വലിയ ക്രാക്കാവും. ഈ ക്രാക്കിന് എന്ത് ചെയ്യും? ക്രാക്ക് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് സാധനം വെർട്ടിക്കലി ഔട്ട്സൈഡ് ഗ്രോ ചെയ്യും. അതിനാണ് ക്രാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ദെൻ ദർ ഈസ് അൾട്ടിമേറ്റ് ഫെയിലിയർ. സാധനം പൊട്ടിപ്പോകും. ദെൻ ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഇതും എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്രയും തന്നെ എളുപ്പമാണ്. ബ്രിട്ടിൽ ഫ്രാക്ചർ എന്താണ്? ഇതിലൊരു എക്സാക്ട് ക്ലീവേജ് പ്ലെയിൻ ഉണ്ടാവും. അബ്രപ്റ്റായിട്ട് സഡനായിട്ട് വിത്തൗട്ട് എനി വാർണിംഗ് ഉണ്ടാകുന്ന ഫ്രാക്ചറാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ. ചോക്ക് പൊട്ടിക്കുമ്പോൾ പോലെ ചോക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എൻ്റെ ക്രാക്ക് പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന സർഫസ് എന്ന് പറയുന്നത് ഹൈലി ഫൈബ്രസ് ആയിരിക്കും. ദെൻ ഈ സാധനത്തിന് ഈ പ്ലെയിനിന് നമ്മൾ ക്ലീവേജ് എന്ന് പറയണം. ഈ സാധനം ആറ്റോമിക് ബോണ്ടുകളുടെ ബ്രേക്കിംഗ് കാരണം ഉണ്ടാവുന്നത്. ദെൻ ഈ ടൈപ്പ് ഫ്രാക്ചർ ട്രാൻസ്ഗ്രാനുലർ ആയിരിക്കും. കാരണം ഗ്രാന്യൂൾസിൻ്റെ അതായത് ഗ്രെയിനുകളുടെ ഇടയിൽ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ട്രാൻസ്ക്രിസ്റ്റലൈൻ എന്നും കൂടി പറയും. ഓക്കെ, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഇൻ്റർഗ്രാനുലർ ആവാം. കാരണം ഇത് ഗ്രെയിനുകളുടെ ഉള്ളിൽ കൂടെ പോവാം. നമ്മൾ ട്രാൻസ്ഗ്രാനുലറും ഇൻ്റർഗ്രാനുലറും പഠിച്ചിരുന്നു. അപ്പോൾ മാക്രോസ്കോപ്പിക്കലി സർഫസിന് നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഗ്രെയിനി ഓർ ഫെസറ്റ് ടെക്സ്ചർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവാം. ഇത് കോമൺ ആയിട്ട് കാണുന്നത് BCC അല്ലെങ്കിൽ HCP ക്രിസ്റ്റൽസിലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മറ്റേത് ഇതിലായിരിക്കും? ഡക്റ്റൈൽ ഫ്രാക്ചർ എപ്പോഴും FCC മെറ്റീരിയൽസിലായിരിക്കും. കാരണം ലാർജ് നമ്പർ ഓഫ് ക്ലീവേജ് പ്ലെയിൻസ് അവൈലബിൾ, സ്ലിപ്പ് പ്ലെയിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുതലായിരിക്കും. അപ്പോൾ എളുപ്പത്തിന് ഫ്രാക്ചർ നടക്കാം. നമ്മളതൊക്കെ പറഞ്ഞു. ഈവൺ കാർബൺ ഡയഗ്രം പറഞ്ഞപ്പോഴും പറഞ്ഞു. കാരണം FCC മെറ്റീരിയൽസ് സോഫ്റ്റ് ആയിരിക്കും, കൂടുതൽ ഡക്റ്റൈലായിരിക്കും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എനിവേ, ഇനി ക്രാക്കിൻ്റെ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ ഫ്രാക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ എല്ലായിടത്തും സമ്മറൈസ് ചെയ്ത് പറയുന്നുള്ളൂ. ദെൻ ക്രാക്ക് ഫോർമേഷനാണ്, ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞാണ്. ഇതൊരു അലൂമിനിയത്തിൻ്റെ മെറ്റലിൽ ഡക്റ്റൈൽ ഫ്രാക്ചർ വന്നു കഴിയുമ്പോൾ ദർ ഈസ് ആൻ എവിഡൻറ്റ് കപ്പാൻ കോൺ ഫോർമേഷൻ ഉണ്ടാവും. ദെൻ ഒരു മൈൽഡ് സ്റ്റീലിനെ നമ്മൾ ഇമ്പാക്ട് ഫെയിലിയറിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അവിടെ ഒരു എന്താ പറയുക, ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രിഫിത്ത് തിയറി ഓഫ് ഫ്രാക്ചർ. അപ്പോൾ ഗ്രിഫിത്ത് തിയറി ഓഫ് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. വേറൊന്നുമില്ല, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് കിട്ടുന്ന ഫ്രാക്ചർ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാക്ചർ ലിമിറ്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ് വളരെ വ്യത്യാസം ഉണ്ടാവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ നമ്മുടെ സിമെൻറ്റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽസിന് ഇപ്പോൾ ഒരു കാസ്റ്റ് അയണിന് നമ്മൾ കാസ്റ്റ് അയണിന് അതിൻ്റെ ഫ്രാക്ചർ ടഫ്നെസ് ഒരു
1.2 ഗിഗാ പാസ്കൽ വെച്ചേക്കണമെന്ന് വിചാരിച്ചോ. ഈ 1.2 ഗിഗാ പാസ്കൽ അപ്ലൈ അതാണ് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന 1.2 ഗിഗാ പാസ്കൽ നമുക്ക് ഒരു കാലത്ത് ഈ 1.2 ഗിഗാ പാസ്കലിൻ്റെ അത്രയൊന്നും ഈ ഫ്രാക്ചർ റഫ്നെസ് എത്തില്ല, ഫ്രാക്ചർ എനർജി എത്തില്ല. കാരണം അതിന് മുമ്പേ ഈ സാധനം ഫെയിൽ ആയിട്ടുണ്ടോ പ്രാക്ടിക്കൽ കേസിൽ. ഈവൻ ദോ നമുക്ക് തിയറിറ്റിക്കലി കിട്ടുന്ന വാല്യൂസ് ഈ പറയുന്ന 1.2 മെഗാ പാസ്കലിൻ്റെ അത്രയും ഗിഗാ പാസ്കലിൻ്റെ അത്രയും ഉണ്ടെങ്കിൽ പോലും അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഗ്രിഫിത്ത് തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഈ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ സർഫസ് റഫ്നെസ്, ക്രാക്സ്, ദെൻ ദർ ഈസ് ഇംപെർഫെക്ഷൻസ്, ഇംപ്യൂരിറ്റീസ് വിത്തിൻ ദി സ്ട്രക്ചർ ഇറ്റ് സെൽഫ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ക്രാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്കുകളൊക്കെ എന്താണ് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് റേസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ക്രാക്കിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ നമ്മൾ പടമൊക്കെ വരച്ച് കണ്ടതാണ്. ആ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ എന്തായിരിക്കും ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി ബൾക്ക് മെറ്റീരിയലിനേക്കാൾ എന്തായാലും കുറവായിരിക്കും ക്രാക്കിൻ്റെ വിസിനിറ്റിയിലുള്ള മെറ്റീരിയലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ എന്തായാലും അവിടെ ഏരിയ കുറഞ്ഞു. അപ്പോൾ ഏരിയ കുറയുമ്പോൾ എന്താണ് സ്ട്രെസ്സ് കൂടി. ഈവൻ ദോ അപ്ലൈ സ്ട്രെസ്സ് വളരെ കുറവാണെങ്കിൽ പോലും സ്റ്റഡി ലോഡാണെങ്കിൽ പോലും ഈ ക്രാക്കുകൾ ഉള്ളപ്പോൾ മൈക്രോസ്കോപ്പിക് ഫ്ലോസ് ഒക്കെ ഉള്ളപ്പോൾ അവിടെ ആ ലോക്കൽ ഏരിയയിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ പരിപാടിയിലാണ് അത് കാരണം ആ സാധനങ്ങളിൽ നമ്മൾ സ്ട്രെസ് റേസേഴ്സ് എന്ന് പറയാം. അപ്പോൾ സ്ട്രെസ് റേസേഴ്സിൻ്റെ പ്രസൻസ് കാരണമാണ് ക്രാക്ക് ഫോർമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഫെയിലിയർ നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു ഇമേജ് ഉണ്ട്. ഇമേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു HCP സ്ട്രക്ചറുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഇമേജാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇതിൻ്റെ അകത്തൊരു ക്രാക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിലുള്ള അറ്റോമിക് ബോണ്ടുകൾ എന്തായിരിക്കും സ്ട്രെയിൻഡ് ആയിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ ഒന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ക്രാക്കിൻ്റെ എഫക്ട്സിലേക്ക് എത്തും തോറും ഇവിടെ ഉള്ള ബൾക്ക് മെറ്റീരിയൽ ശരിക്കും ഇത് കംപ്ലീറ്റ് സ്ട്രക്ചറായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന സാധനമാണ്. പക്ഷേ ഈ സാധനത്തിൻ്റെ അവിടെ കുറേ അറ്റോമിക് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്രാക്ക് ഉണ്ടായത്. അപ്പോൾ ദെയർഫോർ ബാക്കിയുള്ള മെറ്റീരിയൽസ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാമത് വലിച്ച് സ്വയം വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ആ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ സ്ട്രെസ് കൂടിയേക്കണ കണ്ടോ, ബ്ലൂവിലേക്ക് ഗ്രീനിൽ നിന്ന് ബ്ലൂവിലേക്ക് സ്പെക്ട്രം പോകുന്തോറും സ്ട്രെസ് കൂടും. അപ്പോൾ ആ വിസിനിറ്റിയിൽ സ്ട്രെസ് കൂടുതലാണെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ സർഫസ് ക്രാക്ക് ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ക്രാക്കും ഉണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് സർഫസിലുള്ളൊരു ക്രാക്ക് ഉണ്ട്, ഇൻറ്റേർണലിൻ്റെ അകത്തൊരു ക്രാക്ക് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയണം. അപ്പോൾ ഈ ക്രാക്കിൻ്റെ കാരണം സ്ട്രെസ് അപ്ലൈ ടു ദ മെറ്റീരിയൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്താണ് ഗ്രിഫിത്ത് തിയറി. ഞങ്ങൾക്ക് M.Tech വരെ പഠിക്കാനുണ്ടായ സാധനം ഇതെന്ന് ഓർക്കണം, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുക. നമ്മൾ ഇവിടുത്തെ ക്രാക്ക് റേഡിയസിനെ നമ്മൾ A എന്നും ഈ ഇന്നർ ക്രാക്കിൻ്റെ റേഡിയസിനെ നമ്മൾ 2A എന്നും വിളിച്ച്. ഇത് രണ്ട് ഈക്വൽ ആയിട്ടല്ല, നമ്മൾ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഡബിൾ എഫക്റ്റ് വരുന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഡയമെൻഷൻ ഡബിൾ എഫക്റ്റ് അതൊന്നും വേണ്ട പോട്ടെ. നമ്മൾ ഒരു ക്രാക്ക് ഉണ്ട്, ആ ക്രാക്കിൻ്റെ ഇന്നർ ക്രാക്കിൻ്റെ മാത്രം തൽക്കാലം കൺസിഡർ ചെയ്യുക. ഇന്നർ ക്രാക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2A ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ സ്ട്രെസ്സിൻ്റെ എമൗണ്ട് എങ്ങനെ വേരി ചെയ്യുന്നുള്ളതാണ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിലുള്ളത്. ഇപ്പോൾ നോക്കി, ഇവിടെ നിന്ന് സർഫസിൽ ഇത്ര സ്ട്രെസ് ഉള്ളൂ, പക്ഷേ ഇവിടെ നിന്ന് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് സിഗ്മ M വരെ എത്തി കേട്ടോ, മാക്സിമം സ്ട്രെസ് വരെ എത്തി. എവിടെയാണ് ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ? ക്രാക്കിൻ്റെ അകത്ത് ഇതിൻ്റെ മെറ്റീരിയലൊന്നുമില്ല, വോയിഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ആ വോയിഡ് ഫില്ല് ചെയ്തുകൊണ്ട് ആ വോയിഡിൻ്റെ വിസിനിറ്റിയിൽ ഈ പറഞ്ഞ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെയധികം ആംപ്ലിഫൈ ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് നമ്മൾ സ്ട്രെസ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് റേസേഴ്സ് എന്നുകൂടി വിളിക്കും. ഓക്കെ, അപ്പോൾ